ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും എപ്പിസോഡൊക്കെ കണ്ടു കാണുമല്ലയോ? നമ്മുടെ അക്ബർ മോൻ ഇരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. എന്നെ എങ്ങനെ ചെയ്യുന്നു, ഇവരുടെ PR എന്നെ എടുത്തിട്ട് അലക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വെളിയിൽ നിന്ന് പോയവര് അവിടെ ഒരാളോടും ഒന്നും പറയാൻ പാടില്ല എന്ന് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുമ്പോഴും കിട്ടിയ അവസരത്തിലൊക്കെ എല്ലാവരും വെളിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെയാണ് ഈ അപ്പാനിയും ആര്യനും അക്ബറിനെ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, വെളിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബറിന് മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ വെളി നടക്കുന്നത്, ജനങ്ങൾ ബോധമുള്ളവന്മാരാണ്. എന്നുവെച്ചാൽ പണ്ടൊരു ചൊല്ലുണ്ട്, നമ്മൾ വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യൂ. അവിടെ ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം? അവിടെ അനുമോളെ ഇത്രയും ബുള്ളിങ് ഗാങ്സ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഡീസന്റ് ആയിട്ട് കുറെ പേര് അകത്ത് കയറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കൂടുതലും കൂതറകളാണ് കയറിയേക്കുന്നത്, ചുരുക്കം പറയാമല്ലോ. അതിനകത്ത് കുറച്ച് പേരൊക്കെ മാന്യമായിട്ട് തന്നെ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഇവരെല്ലാം കേറിയ സമയത്ത് നിങ്ങൾ ബാക്കിലോട്ട് ചിന്തിക്കുക. കേറിയ സമയത്ത് ഒരു പെണ്ണിനെ ഒരുമിച്ചിരുന്ന് അറ്റാക്ക് ചെയ്ത് എത്രമാത്രം മെന്റലി ഹരാസ് ചെയ്യാമോ, മാനസികമായി എത്രമാത്രം തളർത്താമോ, ഇതൊക്കെ ചെയ്ത് ഇവരൊരു ഗ്യാങ് ആയിട്ട് കൂടി ഇവരെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അനുമോളെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവർക്ക് ഈ സങ്കടം ഒന്നും ഉണ്ടായില്ല. അപ്പം ഇവര് വിചാരിച്ചത് എന്താണ്? ഇവരെല്ലാം കൂടെ കോർണർ ചെയ്യുമ്പോൾ അനുമോള് വെളിയിൽ നെഗറ്റീവായി സൈബർ അറ്റാക്ക് വാങ്ങിച്ച് അനുമോളെ ഒരു പരുവത്തിലാക്കിയ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കുമെന്ന് വിചാരിച്ചവർക്കെല്ലാം തിരിച്ചടി കിട്ടി. തിരിച്ചടി കിട്ടിയവർക്കാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. ഇപ്പം വെളിയിൽ പോയവരെല്ലാം വലിയ ഗെയിമേഴ്സും ഭയങ്കര ഫാൻസും ഉള്ളവരാണ് എന്നാണ് പറയുന്നത്. ഈ തള്ളിനൊക്കെ ഒരു പരിധിയില്ലേ? ഓക്കെ, ആര്യൻ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാം. ആര്യന് അത്യാവശ്യം ഈ പറയുന്നത് പോലുള്ള ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. ജിസേലിനും അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ അവരാരും ഞങ്ങൾക്ക് ഇത്രയും വലിയ ഫാൻ ബേസ് ഒക്കെ വെളിയിലുണ്ടെന്നൊന്നും പറഞ്ഞ് അവിടെ അഹങ്കരിക്കുന്നൊന്നുമില്ല. പക്ഷെ ബാക്കി അവിടെ വന്നിട്ടുള്ള അതുപോലെ ഒനീല്, അതുപോലെ തന്നെ അബി, ഇവരെല്ലാം നല്ല ഡീസന്റ് ആയിട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത്. ജിഷിൻ, പ്രവീണ്. പക്ഷെ പ്രവീൺ ഇടയ്ക്കൊരു കുത്തിത്തിരിപ്പൊക്കെ നടത്താൻ നോക്കുന്നുണ്ട്. പ്രവീൺ അവിടെ നിൽക്കുമ്പോഴേ കുത്തിത്തിരിപ്പായിരുന്നു. ഓക്കെ, ഇപ്പോഴും അവിടെ ഒരു കുത്തിത്തിരിപ്പിനുള്ള ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രവീൺ കുത്തിത്തിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഉള്ളവരെല്ലാം അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഗെയിം കളിക്കാൻ വന്നവരെ പോലെയാണ്. ആദ്യം അവരെങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ. എന്താന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം ലക്ഷ്യം എന്താണ്? അനുമോളാണ്. ഇവരെല്ലാം വെളുപ്പിക്കാൻ വന്നത് ആരെയാണ്? അക്ബറിനെയാണ്. അക്ബറിനെ ഡയറക്ടർ നോക്കിയിട്ട് വെളുപ്പിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഈ ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മളെല്ലാം ഡയറക്ടറിന്റെ പറ്റി ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറും ഈ പറയുന്ന അക്ബറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അതെല്ലാം വെളിയിൽ വന്ന തെളിവുകളാണ്. നമ്മൾ ഇവിടെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് അവിടെ അനുമോൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതും അപ്പാനി പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അനുമോള് വെളിയിലുള്ള ആൾക്കാർക്ക് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അനുമോളൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലാതെ തന്നെ ഇത് വെളിയിൽ വന്ന കേസാണ്. അതും അനുമോളുടെ ദേഹത്തോട്ടായി. ചെയ്തു വെച്ചത് എന്ന് വെച്ചാൽ ഈ കേറിയവരെല്ലാം ചെയ്തു വെച്ചതിന്റെയാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. നിങ്ങളൊക്കെ ബുള്ളിങ് ചെയ്തതൊക്കെ ഈ നാട്ടുകാരും ഈ പ്രേക്ഷകരും എല്ലാം കണ്ടതാണ്. നിങ്ങൾ എത്രമാത്രം ഒരു പെണ്ണിനെ ഇട്ടിട്ട് ബുള്ളി ചെയ്തു എന്നുള്ളത്, വട്ടമിട്ട് ആക്രമിച്ചു എന്നുള്ളത്. എന്നിട്ട് ഇപ്പൊ മുതലക്കണ്ണീരുമായിട്ട് വന്നിരിക്കുന്നു. പിന്നെ എടുത്ത എപ്പിസോഡിലൊക്കെ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. കിട്ടിയാൽ കുറച്ചെങ്കിലും വോട്ട് കിട്ടിട്ടെന്ന് വിചാരിച്ചായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, അതെല്ലാം കാണിക്കേണ്ടതാണ്. എന്താന്ന് വെച്ചാൽ അനുമോളുടെ പല കാര്യങ്ങളും വെട്ടിക്കളഞ്ഞ സ്ഥിതിക്ക് ഇതെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ. അക്ബർ ഇരുന്ന് കരയുന്നതാണെങ്കിലും. അതുപോലെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് ഇത് വെളിയിലുള്ള കാര്യങ്ങൾ പറയരുത് പറയുന്നത് എപ്പോഴാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ്. ഇവര് പോയി ഇരുന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്ത് ഏകദേശം ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നത് വെളിയിലുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന്. അതെന്താണ്? ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറയാമല്ലോ ബിഗ് ബോസിന്. ബിഗ് ബോസ് എന്തോ ആ സമയത്ത് ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം അനുമോൾക്കെതിരെ കളിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അനുമോൾ ഇപ്പോൾ വോട്ടിങ്ങിൽ കുറച്ച് മുന്നേ തന്നെയാണ്, നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്നതെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ആരും വോട്ട് ചെയ്യാതൊന്നും ഇരിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അടുത്തുള്ളവരെയും കൊണ്ട് വോട്ട് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്ന് കയറി വന്നവർ, ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി വന്നവർ, നിങ്ങൾ ആ വീഡിയോസ് എല്ലാം എടുത്ത് ശ്രദ്ധിക്കുക. അനുമോള് അവരോടെല്ലാം പോയി സംസാരിക്കാൻ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാരും പോയി അവരെ വിഷ് ചെയ്യുമ്പോൾ അനുമോളും പോയി വിഷ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇവര് അത്ര പേര് മൈൻഡ് ചെയ്തു അനുമോളെ. അനുമോൾ ഒരു പട്ടിയെ പോലെ ഇവരെ പുറകെ നടക്കുമല്ലായിരുന്നു. ആ കൊച്ച് ഈ പറയുന്ന അനുമോള് ഇവരുടെ പുറകെ നടക്കുന്നു. എന്നെ കണ്ടിട്ട് പോലും കാണാതെ നടിക്കുന്നവർ. അപ്പൊ എത്രമാത്രം വൈരാഗ്യം ഇവരുടെ മനസ്സിലുണ്ട്. എന്നിട്ട് ഇവർ അനുമോളെ ഒഴിവാക്കാൻ പറ്റാതെ അനുമോൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ കണ്ടില്ല എന്നുള്ള രീതിയിൽ നാടകം കളിച്ച് കെട്ടിപ്പിടിക്കുന്നു. ഇവരുടെ എല്ലാം മനസ്സിന് വാശിയും വൈരാഗ്യവുമാണ്. ആ പെണ്ണിനെ ഇവർക്ക് ഉപദ്രവിച്ചത് പോരാഞ്ഞിട്ട് വെളിയിൽ നിന്ന് വന്നിട്ട് പിന്നെയും ഉപദ്രവം. ഇതിനകത്ത് വേറൊരു രസം എന്താണ്? ഈ ബിൻസിക്ക് ഇപ്പോ ആ കപ്പം നിർത്തി കൊടുക്കാമോ ആരെങ്കിലും?
ബിൻസി ഇപ്പൊ വന്നിരിക്കുന്നത് ടോപ്പ് 5 എങ്ങാണ്ടെന്നാണ് വിചാരിച്ചിട്ടാ. എവിക്റ്റായി പോയവരെയും ടോപ്പ് 5 എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വല്ലതും അവിടെ ബിഗ് ബോസ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ വന്നപ്പം മുതൽ ഇവിടെ ഗെയിം കളിയാണ്. അതുപോലെ തന്നെ ശൈത്യ ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അനുമോള് പറഞ്ഞു ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം ശൈത്യയുടെ, ഞാൻ പറഞ്ഞാല് പണി കിട്ടും എന്നുള്ളത് ബിൻസി കഴിഞ്ഞ ദിവസം പോയി സംസാരിച്ചായിരുന്നു. അത് കഴിഞ്ഞത് പിന്നെ ശൈത്യക്ക് എന്താ ഒന്നും മിണ്ടാനില്ലേ, ഒന്നും പറയാനില്ലേ? അപ്പൊ ശൈത്യക്ക് പേടിയുണ്ട്. ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പം അവരുടെ ഉള്ള മരുന്നെടുത്ത് തിരിച്ചിടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ശൈത്യ അവിടെ മിണ്ടാതിരിപ്പോട്ടെ, കട്ടപ്പ എന്നാലും അവിടെ ഇരുന്നോട് കുത്തുന്നുണ്ട്. ആദില അതിന്റെ കൂടെ, നൂറ അതിന്റെയും കൂടെ. ആദിലയും നൂറയുടെ കിളി പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആദ്യം വന്നവരൊക്കെ ധരിപ്പിച്ചത് എന്താണ്, ആദിലയും നൂറ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളതാണ്. പക്ഷെ ബാക്കിൽ ആൾക്കാർ വരുംതോറും ഇവർക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല, ഇവരെല്ലാം നമ്മളെ കളിപ്പിക്കുമായിരുന്നു എന്ന് മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ആദ്യത്തെ അഹങ്കാരമൊക്കെ നമുക്കറിയാലോ, ടോപ്പ് 5 അറിഞ്ഞപ്പോഴേ ഇവരുടെ അഹങ്കാരം നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നവർ ആദിലെ നൂറ എന്തോ സംഭവമാണെന്ന് പറയുകയും അപ്പോഴത്തേക്ക് അവര് അനുമോളുടെ കൂട്ട് അപ്പൊ തന്നെ കട്ട് ചെയ്ത് മറ്റു അവരുടെ കൂടെ ചേരുകയും ഈ പറഞ്ഞ ശൈത്യയുടെ കൂടെ ചേരുകയും ഒക്കെ ചെയ്ത് അനുമോൾക്കെതിരെ പിന്നെ അങ്ങോട്ട് നുണയും കൊതിയും പറച്ചിലായിരുന്നു. ഇപ്പോൾ ഏകദേശം അതിനൊരു അയവ് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ വെളിയിൽ നിന്ന് വന്ന ബാക്കിയുള്ളവർ ഏകദേശം ഒരു ഹിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല വെളിയില് പണി വേറെയാണെന്നുള്ളത്. പിന്നെ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നു, അതുപോലെ തന്നെ എടുത്ത് വലിച്ചു കീറുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം PR ഈ ചെയ്യുന്നത്? ഇവര് പറയുന്നത് എല്ലാം ഈ PR ചെയ്യുന്നതെന്ന്. അപ്പൊ അനുമോൾക്ക് ഫാൻസ് ഒന്നും ഇല്ലേ? അനുമോൾക്ക് മാത്രമേ അവിടെ PR ഉള്ളൂ. എന്താണ് ഈ PR? ഈ PR അപ്പാനിയാണെങ്കിൽ നാഴിക്ക് 40 വട്ടം PR എന്ന് പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ പാവങ്ങളായിപ്പോയി, ഞങ്ങൾക്കൊന്നും PR ഇല്ല. അക്ബർ പറയുന്നു ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ എനിക്ക് PR ഇല്ലെന്ന്. ഈ അക്ബറാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് ലാലേട്ട കുറച്ചൊക്കെ PR ഉണ്ടെന്നുള്ളത്. അപ്പം അക്ബറും ഇവിടെ കള്ളത്തരം കാണിക്കുമല്ലേ? ഇവരെല്ലാം PR കൊടുത്തിട്ടാണ് പോയത്. എന്താണ് ഈ PR എന്ന് ഇപ്പൊ ഏകദേശം മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവർ ഇനി PR എന്ന് പറഞ്ഞ് അനുമോളെ മാത്രം കോർണർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവാത്തത്. അനുമോള് മാത്രമാണ് അവിടെ PR കൊടുത്തത്. ഈ PR എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാവരും ഇപ്പൊ മലയാളികളെല്ലാം കേട്ട് മറുത്ത കാര്യമാണ്. പക്ഷെ അവരവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം. അനുമോൾക്ക് കപ്പ് ഞങ്ങൾ കൊടുക്കാൻ സമ്മതിക്കത്തില്ല ഒരു കാരണവശാലും. പേർലിമാണിയോട് ചെയ്ത അതേ ഗെയിമാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പേർലിമാണിക്ക് ഒരു കാരണവശാലും ഞങ്ങൾ കപ്പ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അത്രയ്ക്ക് നെഗറ്റീവ് ആക്കിയിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഒരുപാട് പ്രേക്ഷകരൊന്നും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഷോയെ തുടങ്ങിയ സമയമാണ്, ആരും അങ്ങനെ കണ്ടിരുന്നില്ല. അതുപോലെ വോട്ട് ചെയ്യാനും ആരും നിന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി. ആൾക്കാർ 24/7 കാണാൻ തുടങ്ങി. എപ്പിസോഡ് മാത്രമല്ല, 24/7 കാണാൻ തുടങ്ങി. 24/7 കാണാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ആൾക്കാർക്കെല്ലാം കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ വരുന്നവരുടെ എല്ലാം മനസ്സിൽ വൈരാഗ്യവും വാശിയും ഉണ്ട്. അതിൽ കൂടുതലും ഈ ലേഡീസിനാണ് ഈ അനുമോളോട് ദേഷ്യം. എന്ന് വെച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ വലിയ വലിയ ഗെയിമേഴ്സ് അല്ലായിരുന്നോ? എന്ന് വെച്ചാൽ അവരെല്ലാം പുറത്താക്കിയത് അനുമോളുടെ PR ആണല്ലോ. പറയാൻ നാണമില്ലല്ലോ ഇതിനൊന്നും. ശൈത്യ ഇന്നലെ പോയി കാണിച്ച ഷോ എല്ലാരും കണ്ടതല്ലേ? ബിൻസി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷോ. ബിൻസി ആരാ? 2 ആഴ്ച അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോയ ബിൻസി ആരാ? ബിൻസിയുടെ വിചാരം ബിൻസി കപ്പും കൊണ്ടാ പോയെന്നുള്ള ഒരു വിചാരമാണ് അവിടെ കാണിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റെനയൊക്കെ ഇപ്പൊ എത്രയോ ഡീസന്റ് ആയി. റെനയൊക്കെ ആദ്യം ആ ഷോയിൽ നിന്നപ്പം എന്തൊക്കെയാ കാണിച്ചുകൊണ്ട് നമ്മൾ കണ്ട ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഒരുപാട് ഒതുങ്ങി, റിയാലിറ്റിയുമായിട്ട് ഒരുപാട് ഒതുങ്ങാനും സാധിച്ചു. ബിൻസി എന്തോ സംഭവമാണെന്ന് പറഞ്ഞ അവിടെ വന്നിരിക്കുന്നത്. ബിൻസി ഒന്നുമല്ല. ബിൻസി മനസ്സിലാക്കേണ്ടത് നീ ഒന്നുമല്ല. ഏതോ ഒരു വീഡിയോ 5.7 മില്യൺ എങ്ങാണ്ട് ആരോ കണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്തോ വലിയ സംഭവമായിട്ട് നടക്കുക. ഇൻസ്റ്റാഗ്രാമിൽ 5.7 മില്യൺ കണ്ടു. അതൊക്കെ നിങ്ങൾ ഈ ഔട്ടായ സമയത്തൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങളുടെയൊക്കെ ഫൈറ്റ് കാണാൻ വേണ്ടിയൊക്കെ ആൾക്കാർ ഇത് കയറി കാണുമ്പോഴാണ് പിന്നെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. ഇപ്പൊ പോയതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടല്ലേ ഇറങ്ങുന്നത്. അപ്പാനിയുടെ വിഷയം അവിടെ എടുത്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ വെളുപ്പിക്കാൻ നോക്കി. നിങ്ങൾ തന്നെ നിങ്ങളെ വെളുപ്പിക്കാൻ നോക്കിയപ്പോൾ ആ ചർച്ചയാകാത്ത വിഷയം ഇപ്പൊ ശരിക്കും ചർച്ചയായി. അതിന് കാരണക്കാര് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടിയത്. അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ബിന്നി ഇന്ന് കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ നോക്കി. നിങ്ങൾ ആരെങ്കിലും കേട്ട് കാണും, നിങ്ങളെല്ലാരും കണ്ടു കാണും. ലൈവ് കണ്ടവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം മറ്റൊന്നുമല്ല, സാബു വന്ന സമയത്ത് അനുമോള് പറഞ്ഞിരുന്നു, നമ്മളെല്ലാരും കണ്ടതാണ്, ഈ സൗണ്ട് കേട്ടിട്ട് സാബു ചേട്ടനാണെന്ന് തോന്നുന്നു, എനിക്ക് സാബു ചേട്ടനെ നേരത്തെ അറിയാം, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഈ സൗണ്ട് മാറ്റി സംസാരിച്ചാൽ ഞാൻ പിടിക്കുമെന്നുള്ള രീതിയിൽ സാബു ചേട്ടനാണെന്ന് പറഞ്ഞായിരുന്നു. നമ്മളെല്ലാം ലൈവിൽ അത് കണ്ടതാണ്. അതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആ സമയം കിട്ടിയപ്പോ ഉപയോഗിച്ചെന്നുള്ളതാ. ഇതൊന്നും നന്നാവൂല. ഇതിന്റെ എല്ലാം സ്വഭാവം ഇതാണ്. അപ്പാനി വന്നു, ഒരു ദിവസം ഡീസന്റ് ആയിട്ട് നിന്നു, പിന്നെ അപ്പാനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇവരുടെ റിയൽ ക്യാരക്ടർ പടപടാന്ന വെളിയിൽ വരുന്നത്. അതുപോലെ തന്നെ ബിന്നി കുറച്ചൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷെ കുത്തിത്തിരിപ്പ് നമ്മളുടെ ബ്ലഡിൽ കലർന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് അവിടെ നടത്താൻ ശ്രമിച്ചു. അപ്പോഴത്തേക്ക് ആദില പറയുന്നുണ്ട്,
പറഞ്ഞു തരണേ, എങ്ങനെയാന്ന് ഓരോ പറയാം, വെളി വരുമ്പോൾ പറഞ്ഞു തരാമെന്ന്. വെളി വരുമ്പോൾ പറയണേന്ന്. എന്തൊക്കെയാ ഇവർ ഈ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കൊട്ടാൻ ചെണ്ട ആരാണ്? ഈ അനുമോള് തന്നെയാണ്. അനുമോൾ എന്താണ് ഇത്രയ്ക്ക് വലിയ തെറ്റുകൾ അവിടെ ചെയ്തത്? ഇവരെ കുറിച്ച് അനുമോൾ അവിടെ കാണാത്ത എന്ത് കാര്യമാണ് മോശമായിട്ട് പറഞ്ഞത്? അവിടെ നടക്കാത്ത അല്ലെങ്കിൽ വെളിയിലുള്ള എന്ത് കാര്യമാണ് ഇവരെ കുറിച്ച് പറഞ്ഞത്? ഇവരാ വീട്ടിൽ കാണിച്ച ഓരോ കാര്യങ്ങളും പോയിന്റ് ചെയ്ത് തന്നെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. ഇവര് ചെയ്തു വെച്ചത് വിതയ്ക്കുന്നതേ കൊയ്യൂ, ശരിയല്ലേ? അവരെന്ത് വിതച്ചിട്ടോ അതാണ് അവരിപ്പോ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് സെന്റിമെന്റ്സ് അടിച്ചിട്ടോ ഇപ്പൊ കിടന്നുകൊണ്ട് വാവിട്ട് കരഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ അപ്പാനി പറയുന്നതാണ് പലരുടെയും ജീവിതം ഇവിടെ അനുമോള് നശിപ്പിച്ചെന്ന്. എവിടെ നശിപ്പിച്ചു അനുമോള്? അനുമോൾ അവിടെ കണ്ട കാര്യങ്ങളാണോ പറഞ്ഞേക്കുന്നത്? പ്രേക്ഷകരായ നമ്മളും കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അനുമോൾ അവിടെ പറഞ്ഞത്. പ്രേക്ഷകർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ആരുടെ ജീവിതം തകർത്തു? എന്ത് തകർത്തു? ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഭയങ്കരമായി ചർച്ച നടക്കുന്നുണ്ടല്ലോ. നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ? ഇപ്പൊ ഒരുപാട് പേര് ഡൗട്ട് അടിക്കുന്നുണ്ടല്ലോ ആ കാര്യത്തില്. അന്ന് നിങ്ങൾ ആ എവിക്ഷൻ സമയത്ത് ബിൻസി കാണിച്ച ഓരോ ചെയ്തികളും കാണുമ്പോൾ ഏതൊരു പ്രേക്ഷകനും ചോദിച്ച കാര്യമാണ് ഇവർ തമ്മിൽ എന്താണ് ഇത്ര ബന്ധമെന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള റിയാലിറ്റി ഇപ്പൊ വെളിയിൽ വരുന്നുണ്ട്. അവിടെ അനുമോള് മാത്രമൊന്നും അല്ല ഇത് പറഞ്ഞത്, അവിടെയുള്ള ഹൗസ് മേറ്റ്സ്, അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഷാനവാസ്, ഞാൻ ഒരു സംഭവം കണ്ടു, ഇതുവരെ ഷാനവാസ് അത് വെളിയിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് എന്താ കണ്ടതെന്ന് ഷാനവാസിന്റെ മുഖത്തൊക്കെ ഒന്ന് ചോദിക്കരുതോ? രണ്ടുപേരും കൂടെ കയറി പോയല്ലോ ഇവിടുന്ന്. നിങ്ങൾ എന്താ കണ്ടതെന്ന് പറയണ്ടേ? അന്ന് ഷാനവാസ് പറഞ്ഞതാണ് ഞാൻ കണ്ടു എന്നുള്ളത്. എന്താണ് ഷാനവാസ് കണ്ടത്? അതിനുശേഷം അവിടെ എന്തെല്ലാം ചർച്ചകൾ നടന്നു. അപ്പം അനുമോള് മാത്രമാണോ ഇതൊക്കെ ചെയ്തത്? അനുമോൾ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ശൈത്യയും രേണുസുതിയും ഈ പറയുന്നവരെല്ലാം സംസാരിച്ച്, അവിടെ എത്രയോ പേര് സംസാരിച്ചു കഴിഞ്ഞു ഈ കാര്യങ്ങൾ. ബിന്നിയും ഒക്കെ സംസാരിച്ചു ഈ വിഷയം. അതിനുശേഷമാണ് അവിടെ ഒരു വഴക്കുണ്ടാകുമ്പോൾ പറയണ്ടാന്നിരുന്ന സംഭവത്തെ അനുമോളെ കൊണ്ട് പറയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അനുമോൾ ഒന്ന് ആ വഴക്കിനിടയിൽ പറഞ്ഞത്. അതും അനുമോളുടെ തലയില്. ഒരു പെണ്ണിനെ അകത്തിട്ട് ദ്രോഹിച്ചത് പോരാ, ഇപ്പൊ വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും അതിനെ ദ്രോഹിക്കാൻ നടക്കുന്നു. ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ പക്കാൻ നെഗറ്റീവായിട്ടും ജനങ്ങൾ ഇറക്കി വിട്ടതാണ്. നിങ്ങൾക്കൊന്നും വോട്ടില്ല. നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന പോലെ വലിയ സ്ഥാനമൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്ന് ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആ സിനിമ കിട്ടി, എനിക്ക് ഈ സിനിമ കിട്ടി, ഞാൻ ആ പരിപാടി ചെയ്തു, ഞാൻ ഈ പരിപാടി ചെയ്തു, അവിടെ കയറിയവരൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത് എടുക്കുന്നതെല്ലാം നമ്മളും കാണുന്നുണ്ട്. നിങ്ങളൊന്നും വലിയ സംഭവമൊന്നും അല്ലെന്നേ. നിങ്ങൾ അത് മനസ്സിലാക്കുക ആദ്യം. നിങ്ങൾ എന്തോ വലിയ സംഭവമായിട്ടാണ് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്നും ഒരു സംഭവം അല്ലെന്നുള്ള വെളിയിലുള്ള നമുക്കറിയാം, പ്രേക്ഷകർക്കറിയാം, എത്ര പ്രേക്ഷകർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നറിയാം. അപ്പൊ ഇതൊന്നും പോയിട്ട് അവിടെ പോയിരുന്ന ആ പാവം പിടിച്ച 7 പേരെ 7 തരത്തിലാക്കി മാറ്റി. നിങ്ങൾ ഒന്നും അറിയാത്തവരെ അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് നിങ്ങളുടെ ബ്ലഡിൽ കലർന്നിരിക്കുന്നത്. നിങ്ങൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. നിങ്ങൾക്ക് ഈ സ്വഭാവം ഒന്നും മാറ്റാൻ നിങ്ങൾക്ക് ആർക്കും കൊണ്ട് പറ്റത്തില്ല. അതിനകത്ത് റിയാലിറ്റി മനസ്സിലാക്കി വന്ന ഒനീല്, ലക്ഷ്മി, അബി, ജിഷിൻ, അതുപോലെ തന്നെ പ്രവീണിനെ കുറച്ചൊക്കെ പറയാതെ ഉള്ളൂ, വലിയൊന്നുമില്ല. ഓക്കെ, അപ്പം ഇവരൊക്കെ ഉള്ളു കുറച്ചൊക്കെ അവരുടെ കൺട്രോളിൽ നിന്ന് അവർക്ക് റിയാലിറ്റി മനസ്സിലാക്കി നിൽക്കുന്നവര്. രേണുസുതി, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രേണുസുതി ഒരുപാട് സൈബർ അറ്റാക്ക് വെളിയിൽ കിട്ടിയിട്ട് അകത്ത് പോയ ആളാണ്. അകത്തുനിന്ന് ഇറങ്ങി വന്നപ്പോഴും ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ട ആളാണ്. പക്ഷെ ഇതുവരെയും ഒരാളെ കുറിച്ച് പോലും മോശമായ ഒരഭിപ്രായം പറയാത്ത ഒരാളാണ് രേണുസുതി. ആ കാര്യത്തിൽ ഞാൻ രേണുസുതി അപ്രീഷിയേറ്റ് ചെയ്യും. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും വെളിയിൽ പോലും ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ച്, വെളിയിലാണേലും അകത്താണേലും പോയിട്ട് ഒരു വാക്ക് അവരെ നെഗറ്റീവ് ആക്കുന്നതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അത് രേണുസുതി ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. രേണുസുതി നിങ്ങളെല്ലാം എത്രയോ മുകളിലാണ് ഇപ്പോൾ. സത്യം, ആ സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്വഭാവം കാണിച്ചിട്ടില്ല. നിങ്ങളെ പോലെ കുത്തിത്തിരിപ്പൊന്നും കാണിച്ചില്ല അകത്തോട്ട് പോയിട്ട് ഇപ്പോഴും. അപ്പം ഒരാളെ കോർണർ ചെയ്ത് മതിയാകാതെ വെളിയിൽ പോയി അസൂയ മൂത്ത് കുശുമ്പ് മൂത്ത് അകത്തോട്ട് കയറിയിട്ട് നിങ്ങളെല്ലാം ഗെയിം കളിക്കാൻ വന്നതാ. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കൂടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇനി കപ്പ് ആർക്കെങ്കിലും ഇവിടെ വന്ന് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കപ്പ് കിട്ടുമെന്നാണോ? ഇവരൊക്കെ ഗെയിം കണ്ട് ഈ ഗെയിമൊക്കെ ഇവര് അവിടെ അകത്ത് നിന്നിരുന്നപ്പോ കളിച്ചിരുന്നെങ്കിൽ ഒരു കപ്പെങ്കിലും കിട്ടിയേനെ, ചിലപ്പോ ഒരു ടോപ്പ് 5 വന്നേനെ, ഇവർക്ക് ആരെങ്കിലും ഒക്കെ വന്നേനെ. അതൊന്നും അറിയാം. വെളിയിൽ പോയിട്ട് എല്ലാ നെഗറ്റീവുകളെയും പോസിറ്റീവ് ആക്കാൻ വേണ്ടി അകത്തോട്ട് വന്നതാ. ഇവരുടെ എല്ലാം നെഗറ്റീവുകളെ പോസിറ്റീവ് ആക്കാൻ. അതിന് കരിവാക്കുന്ന ആരെയാണ്? അനുമോളെ. ഞാനൊരു വീഡിയോ കാണാനിടെ അതിനകത്ത് പറയുന്നത് അനുമോള് നെഗറ്റീവ് പറയും, ശൈത്യ പോയി നെഗറ്റീവ് പറയും, അതിനെന്താണ് കുഴപ്പം? പുള്ളിക്കാരൻ ഭയങ്കര തത്വചിന്തകനാണ് കേട്ടോ. ഭയങ്കരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കളയും. പുള്ളിക്കാരൻ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. അതിന് അനുമോളും അവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ അനുമോളെ അങ്ങനെയൊക്കെ പറയുന്നത്. ഏടോ ആദ്യം പോയി ആ വീഡിയോ ഒക്കെ കാണുക, അല്ലെങ്കിൽ
ലൈവ് ഇരുന്ന് 24/7 ലൈവിൽ വരുന്ന കാര്യങ്ങളെങ്കിലും ഒന്ന് കാണുക. അനുമോളാണോ അത് ഇവിടെ ആദ്യം പറഞ്ഞത്? ആ വിഷയത്തെക്കുറിച്ച് അനുമോൾ അവിടെ സംസാരിക്കുന്നത് തന്നെ ശൈത്യാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷമാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദിലെ നൂറയൊക്കെ ആ സമയത്ത് അടുത്ത് തന്നെ ഉണ്ട്. അവരെല്ലാം ചർച്ച ചെയ്തതിലെല്ലാം ഒരു ദിവസം മൊത്തം ചർച്ച നടന്ന കാര്യം ഇത്. അതിനുശേഷം അതിന്റെ പിറ്റേന്നോ വഴക്കുണ്ടാകുമ്പോഴാണ് അനുമോൾ ഇത് കാര്യം അവിടെ അപ്പാനി അടുത്ത് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും നട്ടലില്ലാത്തതുകൊണ്ട് അനുമോൾ പറഞ്ഞു, നീ കാരണമാണ് ഒരു പെണ്ണ് ഇവിടുന്ന് പോയെന്ന്. സത്യമല്ലേ? ആ വീട്ടിൽ ചർച്ച നടന്ന കാര്യമല്ലേ? എന്നിട്ട് അവിടെ വന്നിരുന്ന് അവൻ വലിയ കൊണയടിക്കുന്നത്. എന്നിട്ടാണ് പുള്ളിക്കാരൻ വീഡിയോ ചെയ്തിട്ട് അവിടെ ഇരുന്നോണ്ട് പറയും അനുമോളെ കുറിച്ച് ഞങ്ങൾ പറയും, അനുമോളാണ് ഇവരെ എല്ലാം ഇല്ലാതാക്കിയെന്നുള്ള രീതിയിലൊക്കെയാണ് ആ പുള്ളിക്കാരൻ വീഡിയോ ഇടുന്നത്. അത് കട്ട് ചെയ്തിടാൻ കുറച്ച് പേര്. ഞാൻ ഈ ഷോ കണ്ടിടത്തോളം ഞാനൊരു കാര്യം പറയാം. 24/7 കൂടുതലും കാണാൻ ശ്രമിച്ച ആളാണ്, കണ്ടിട്ടുമുണ്ട്. ഇത്രമാത്രം ബുള്ളിങ് ഏറ്റ ഒരു മത്സരാർത്ഥി ഈ സീസണിൽ ഇല്ല. ഈ സീസണിൽ അതല്ല, ഈ പേർലിമാരുടെ 1ാം സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബുള്ളിങ് നേരിട്ട ഒരു ലേഡി അത് കഴിഞ്ഞുള്ള ഒരു സീസണിലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഒരു പെണ്ണിന് സഹിക്കാവുന്നതിന്റെ മാക്സിമം സഹിച്ചാണ് അവിടെ അനുമോൾ നിന്നത്. പിന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഓർത്ത്, വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഓർത്ത് പിടിച്ചു നിന്നതായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം എന്താന്ന് വെച്ചാൽ അനുമോൾക്ക് അതൊരു വിൽ പവർ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരു കുടുംബത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അകത്ത് പോയിരിക്കുന്നത്. പിന്നെ അനുമോളുടെ PR-നെ കുറിച്ച് പറയുന്നവരോട്, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കയറിയിട്ട് അനുമോൾ ഫാൻസ് അല്ലെങ്കിൽ അനുമോൾ ഫാൻ പേജ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ, ഈ നോർമലി നിങ്ങളെല്ലാം കയറി നോക്കിയാൽ മതി, ഇവർക്ക് അനുമോൾക്ക് 50ഓളം 60ഓളം എനിക്കൊന്ന് 55-60 പേജുകളുണ്ട് അനുമോൾക്ക്. അതെല്ലാം ഇപ്പൊ ഒന്നും ഉണ്ടായതല്ല. അനുമോൾ ബിഗ് ബോസിൽ പോകുമെന്ന് പറഞ്ഞിട്ട് 2 മാസം 3 മാസം മുന്നേ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലൊന്നും അല്ല. സ്റ്റാർ മാജിക്കിലൊക്കെ നല്ല ഹിറ്റായി നിൽക്കുന്ന സമയത്തൊക്കെ ക്രിയേറ്റ് ആയ പേജുകളാണ്. അതിൽ ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട്, അനുമോളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാതെ ഇവിടെ കണ്ടുകൊണ്ട് PR എന്ന് അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഈ PR-കളാണോ വിജയെ തീരുമാനിക്കുന്നത്? ഒരിക്കലും അല്ല, ജനങ്ങൾ തന്നെയാണ്. അത് ഏത് രീതിയിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യും. ആ വോട്ടിങ്ങിലാണ്, അത് അനുമോൾ ജയിച്ചാലും അനീഷ് ജയിച്ചാലും ഷാനവാസ് ജയിച്ചാലും ആര് ജയിച്ചാലും ജനങ്ങളുടെ വോട്ടാണ് അതിൽ സ്വാധീനിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഒരാൾ 1 ലക്ഷം വോട്ട് കൈ വെച്ചിരുന്നോണ്ട് നീ ഇത്രയും ലക്ഷം രൂപ നിനക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഇത് എടുത്തു കൊടുക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. ഹോട്ട്സ്റ്റാർ അവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള സാധനം ഉൾപ്പെടെയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് അവരുടെ സെർവർ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടെ ഒരു ബോട്ടോട്ട് കയറിയാൽ അവർക്ക് ആ ബോട്ടിനെ തട്ടിക്കളയാൻ അറിയാം. അല്ലാതെ വെളിയിൽ കിടന്നിട്ട് PR ആണെന്ന് പറഞ്ഞ് കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഹോട്ട്സ്റ്റാർ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങിനെ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ, അതിൽ ബോട്ട് അങ്ങനെ കയറ്റിവിടാൻ പറ്റുമെങ്കിൽ എന്നേ ഹോട്ട്സ്റ്റാറിനകത്ത് വരുന്ന പുതിയ സിനിമകളില്ലേ, പുതിയ സിനിമകൾ, അതിന്റെ ഒക്കെ ഒറിജിനൽ സാധനമൊക്കെ അടിച്ചുകൊണ്ട് എപ്പോഴേ പോയേനെ, സെർവറൊക്കെ അടുപ്പിച്ച് കളഞ്ഞേനെ. ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ യുദ്ധങ്ങൾ എന്ന് വെച്ചാൽ ഓരോ ചാനലുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മത്സരം ഉള്ളതുപോലെ OTT-യിലും അങ്ങനെ മത്സരങ്ങളുണ്ട്. അപ്പം ഇതൊന്നും പറഞ്ഞ് പാവം പിടിച്ച കുറച്ചുപേരെ പറ്റിക്കാന്ന് മാത്രമേ ഉള്ളൂ. PR ഉണ്ടോ? എല്ലാവർക്കും PR ഉണ്ട്. ഈ PR എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ പറയുന്നതെല്ലാം ഈ അകത്ത് പോയ കുറെ കണ്ടസ്റ്റൻസ് ഇല്ലേ, അവരെ കുറിച്ചാണ് കേട്ടോ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ PR എന്ന് പറഞ്ഞ ഇവര് കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ, വെളിയിൽ വന്ന് നിന്നിട്ട്. PR-കളാണ് അവിടെ, PR-കൾ അറ്റാക്ക് ചെയ്യുന്നു. നിങ്ങളൊക്കെ അകത്ത് കാണിച്ചു വെച്ചതിനാണ് എവിടുന്നാലും അറ്റാക്ക് ഒക്കെ വരുന്നത്. നിങ്ങൾ എന്ത് നല്ലത് കാണിച്ചോ, നല്ലതിന് നല്ലതെന്നും പറഞ്ഞിട്ടുണ്ട്, കെട്ടതിനെ കെട്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അകത്ത് കയറി കെട്ടതാണ് ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത്. നീയൊക്കെ വീട്ടിനകത്ത് എന്തൊക്കെ കാണിച്ചോ അത് മാത്രമാണ് വെളിയിൽ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ കുടുംബകാര്യമോ നിങ്ങൾ വെളിയിൽ എന്ത് കാണിച്ചെന്നോ ആരും എങ്ങും പറയുന്നില്ല. എല്ലാത്തിനും ഓരോ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് PR എന്ന് പറഞ്ഞ് കറിഞ്ഞിട്ട് കാര്യമില്ല. മാന്യമായിട്ട് നിന്ന് അവിടെ കളിക്കണമായിരുന്നു. ഇപ്പോഴും പോയി കാണിക്കുന്നത് എന്താണ്? ഇതുപോലൊരു സീസണിൽ ഒരു റീ എൻട്രി ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും ഗതികെട്ട റീ എൻട്രി, ഇത്രയും ഗതികടിച്ച് ബിഗ് ബോസ് പോലും ആലോചിച്ച് കാണും ഒരു സീസണിലും ഇങ്ങനെ കാണത്തില്ലെന്ന്. ഇവർക്ക് എന്താ റീ എൻട്രി എന്ന് പറഞ്ഞ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത് എന്തുവാ? ഇവരുടെ വാശിയും വൈരാഗ്യം തീർക്കാനുള്ള സ്ഥലമാണ് അതെന്നാണോ? അതാ പറഞ്ഞതാ, ഇവർക്ക് ആദ്യം മുതലേ ഈ ഗെയിം എന്താണെന്ന് പോലും അറിയാത്ത കുറെ എണ്ണത്തിനെ അകത്തോട്ട് കയറിക്കൊണ്ട് പോയേ. കച്ചറ ടീംസ്, മൊത്തത്തിൽ കച്ചറ. ഈ സീസൺ മൊത്തത്തിൽ കച്ചറ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറയുന്നത് വേറൊരാളും ലെസ്ബിയനാണെന്ന് ഇതിനകത്ത്. എനിക്കറിയത്തില്ല. ആ ആളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്കും തോന്നിപ്പോവും ഈ ലെസ്ബിയൻ ആണോ എന്നുള്ളത്. ആ രീതിയിലൊക്കെ സംസാരിക്കുന്നു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവരെ ലെസ്ബിയനായിട്ട് മുദ്ര കുത്തി കഴിഞ്ഞു. ഇപ്പൊ നമ്മളതിനെ അനുകൂലിക്കുമല്ല, പക്ഷെ അവരാണ് അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് വെളി വന്നിട്ട് പറയും സൈബർ അറ്റാക്ക്. ഇവരായിട്ട് അവിടെ പോയി നെഗറ്റീവ് ആവും. ഇവർ തന്നെ വായിന്ന് വരുന്നതെല്ലാം പറയും. എന്നിട്ട് അവിടുന്ന് നെഗറ്റീവായിട്ട് വെളി ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരെല്ലാം PR-കൾ. എന്തായാലും അനുമോൾക്ക് മാത്രമേ PR ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കാനേ പാടില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛമാ തോന്നുന്നേ, പുച്ഛം. അനുമോളെ ഭയം, ഇത്രമാത്രം ഭയമുള്ള കുറെ ആൾക്കാര്
ഞാൻ എന്റെ താല്പര്യം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ അനുമോൾ കപ്പടിക്കുമൊന്നുമല്ല. പക്ഷെ അനുമോൾ കപ്പടിച്ചില്ലെങ്കിലും ഈ സീസൺ 7 അറിയപ്പെടുന്ന അനുമോളുടെ പേരിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അനുമോൾ അത്രമാത്രം സഹിച്ചാണ് അവിടെ നിന്നത്. എന്റെ ഇതില് എനിക്ക് അനുമോൾ കപ്പടിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അതൊക്കെ വോട്ടിങ്ങിന്റെ രീതിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ എന്റെ അറിവ് വെച്ചിട്ട് അനുമോൾ തന്നെയാണ് ലേശം മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും അത് തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അല്ലാതെ ഈ പി ആറുകളൊക്കെ നമുക്കറിയാം അടിച്ചുവിടുന്നത് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് അൺഒഫീഷ്യൽ പോളുകൾ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അവര് വീഡിയോ ചെയ്തിട്ട് അനീഷ് മുന്നിൽ അനുമോള് പിറകിൽ, പിന്നെ കുറച്ച് കഴിയുമ്പം അനുമോള് മുന്നിൽ അനീഷ് പുറകിൽ. ഇവരുടെ മെയിൻ പരിപാടിയാ അത്. നമ്മൾ ക്യൂരിയോസിറ്റി കൂടിയവരെന്ത് പറയാമോ അതിൽ പോയി നോക്കും ആരാണ് മുന്നിൽ നിൽക്കുന്നത് ആരാണ് പുറകിൽ നിൽക്കുന്നതെന്ന്. ഇവർക്കാണ് വോട്ട് ചെയ്യുന്ന ആൾക്കാരും, ഇല്ലെങ്കിൽ ഇവർക്ക് ഹോട്ട്സ്റ്റാർ ചോർത്തി കൊടുക്കുന്നുണ്ടോ ഇന്ന് ഇത്രയും പേര് മുന്നിൽ ഇത്രയും പേര് പുറകിലെന്ന്? ഒരിക്കലും ഹോട്ട്സ്റ്റാർ അങ്ങനെയുള്ള വോട്ടുകളൊന്നും ചോർത്തത്തൊന്നും ഇല്ല. ഇവര് ചുമ്മാ ഇവരുടെ ചാനലിന് എന്തെങ്കിലും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരടിച്ചു വിടും. പാവം പിടിച്ച കുറച്ചു പേര് അത് കണ്ടിട്ട് അയ്യോ ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് പുറകിലായി പോയേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് മുന്നിലാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അതൊന്നും റിയൽ അല്ല. ഈ റിയൽ വോട്ടിംഗ് എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാർ ഒരിക്കലും ചോർത്തി ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ ചോർത്തി കൊടുത്താലും ഇതൊന്നും ചാനലുകൾക്ക് കൊടുക്കത്തില്ല. അവരുടെ ഷോയെ ബാധിക്കുന്ന കാര്യമാണ്. അവരൊരിക്കലും ആ സാധനം ഒന്നും ചോർത്തി കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഇത് നോക്കുന്ന വേറൊരു എൻഡോമോൾ ഷൈൻ്റെ ആൾക്കാർ നേരിട്ടാണ് ഈ വോട്ടിംഗ് നോക്കുന്നത്. അല്ലാതെ ഏഷ്യാനെറ്റ് ക്രൂ മെമ്പേഴ്സോ അവരാരും അല്ല. അപ്പം അവരാണ് ഇത് നേരിട്ട് നോക്കുന്നത്. അവിടുന്ന് കുറച്ചൊക്കെ ചോർത്താൻ ഭയങ്കര പാടാണ്. അല്ലാതെ ഇവിടെ വന്ന് 3500 വോട്ട് 4000 വോട്ട് 50,000 വോട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന അതെല്ലാം നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യുക. നിങ്ങൾ അങ്ങനെയുള്ള ആ ചാനലുകളിലൊന്നും പോയി വീഴരുത്. നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ തന്നെ കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും കൊണ്ട് വോട്ട് ചെയ്യിക്കുക. അത് ആരുടെ ഫാൻസും ആയിക്കോട്ടെ, ആർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരും ആയിക്കോട്ടെ. നിങ്ങൾ അവിടെ നടക്കുന്ന ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തി നിങ്ങൾ വോട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അനുമോൾക്കെതിരെയാണ് ഇപ്പോഴും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആഴ്ച മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ അവിടെ കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോൾ. ഇപ്പൊ പുറത്തു പോയിട്ട് വന്നവർക്കും അനുമോൾ വിട്ടൊരു കണ്ടന്റ് അവിടെ ഇല്ല. ഏറ്റവും വലിയ പി ആർ ചെയ്യുന്നത് യുവന്മാരല്ലേ. എന്നിട്ടാണ് അവിടെ പോയി കിടന്ന് പി ആറിന്റെ പേര് കുറയ്ക്കുന്നത്. കഷ്ടം, പുച്ഛം. ഇവരോടൊക്കെ എനിക്ക് തോന്നുന്നത് പുച്ഛം. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.